എല്ലാവർക്കും നമസ്കാരം. മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ശക്തികളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി ആഴമുള്ള മനസ്സിൻ്റെ ശക്തിയാണ്. ആ ആഴമുള്ള മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി അതിനെ ഉപയോഗിച്ചാൽ വിജയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്ഥിരം ഭാഗമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആഴമുള്ള മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ ധ്യാനം ഏറ്റവും മികച്ച വഴിയാണ്. ധ്യാനത്തിലൂടെ നമുക്ക് ജീവിതത്തിലെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. മനസ്സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാൻ കഴിയും. നല്ല ചിന്തകൾ മനസ്സിൽ പതിപ്പിക്കാൻ കഴിയും. കുടുംബവുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ കഴിയും. ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. ശക്തിയേറിയ ധ്യാനരീതിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി വിജയത്തോടെ ജീവിക്കാൻ കഴിയും. ആത്മഹത്യാ ചിന്തയുണ്ടായിരുന്നവർ പോലും ഈ പരിശീലനത്തിന് ശേഷം മനസ്സ് മാറി ധൈര്യത്തോടെ ജീവിക്കുന്നു. ശക്തികളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി ആഴമുള്ള മനസ്സിൻ്റെ ശക്തിയാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈ ശക്തി വളരെ വലിയ അളവിൽ ഉറപ്പായും കുടികൊള്ളുന്നുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും തനിക്കുള്ളിലെ ഈ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ജീവിതം തന്നെ മാറിമറിയുന്നത്. ആഴമുള്ള മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം മനസ്സെന്നാൽ എന്താണ് എന്നതാണ്. മനസ്സ് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമല്ല, അത് ചിന്തകളുടെ ഒരു സഞ്ചയമാണ്. ഓരോ ചിന്തയും ഒരു ഊർജത്തെ പുറത്തുവിടുന്നു. പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടു തരം ചിന്തകളുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാൻ വളരെ ആരോഗ്യവാനാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള നല്ല ചിന്തകൾ നമ്മളിൽ നല്ല ഊർജം നിറയ്ക്കുന്നു. എന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല തുടങ്ങിയ മോശം ചിന്തകൾ നമ്മുടെ ഊർജ്ജനിലയെ കുറയ്ക്കുന്നു. നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുമ്പോൾ അത് ചെറിയ വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾ പല തലങ്ങളുണ്ട്. ബീറ്റ നില, ഒരു സെക്കൻഡിൽ 14 സൈക്കിളിൽ കൂടുതൽ, ഇത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആൽഫ നില, ഒരു സെക്കൻഡിൽ 7 മുതൽ 14 സൈക്കിൾ വരെ, ഇത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ശാന്തമായ അവസ്ഥയാണ്. ഏറ്റവും ശക്തിയേറിയ നിലയാണിത്. തീറ്റ നില, ഒരു സെക്കൻഡിൽ 4 മുതൽ 7 സൈക്കിൾ വരെ, ഇത് ഗാഠനിദ്രയുടെ അവസ്ഥയാണ്. ഡെൽറ്റ നില, ഒരു സെക്കൻഡിൽ 0 മുതൽ 4 സൈക്കിൾ വരെ, ഇത് കോമ അവസ്ഥയോ മസ്തിഷ്ക മരണം സംഭവിച്ച അവസ്ഥയോ ആകാം. ആൽഫ ധ്യാനം എന്നാൽ ആൽഫ നിലയാണ്. ഈ 4 നിലകളിൽ ഏറ്റവും ശക്തിയേറിയത് ആൽഫ നിലയാണ്. ഈ സമയത്ത് നമ്മുടെ ആഴത്തിലുള്ള മനസ്സ് തുറന്നിരിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ, പണം, വീട്, ജോലി, നല്ല വിവാഹം, കുട്ടി, പരീക്ഷാ വിജയം മനസ്സിൽ ദൃശ്യവൽക്കരിച്ചാൽ അത് ആഴമുള്ള മനസ്സിൽ പതിയുകയും പ്രപഞ്ചശക്തി അത് യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. നമ്മുടെ മസ്തിഷ്കത്തിന് 2 ഭാഗങ്ങളുണ്ട്, ഇടതുഭാഗവും വലതുഭാഗവും. ഇടതുഭാഗം നമ്മുടെ ബോധമനസ്സിനെയും യുക്തിചിന്തയെയും നിയന്ത്രിക്കുന്നു. നാം ജനിക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാകില്ല. മാതാപിതാക്കൾ, അധ്യാപകർ, സമൂഹം എന്നിവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചാണ് ഇടത് മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല തുടങ്ങിയ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളാവുന്ന ചങ്ങലകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ വലതുഭാഗം നമ്മുടെ ആഴമനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. അത് ഒരു വലിയ മാന്ത്രിക മനസ്സ് പോലെയാണ്. അമ്പലങ്ങളിലെ ആനയെ ഒരു ചെറിയ ചങ്ങല കൊണ്ട് കെട്ടിയിടുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ ചങ്ങലക്ക് ആനയെ പിടിച്ചു നിർത്താനുള്ള ശക്തിയില്ല. പക്ഷേ ഈ ചങ്ങല എന്നെ നിയന്ത്രിക്കുന്നു, എനിക്ക് പോകാൻ കഴിയില്ല എന്ന അതിൻ്റെ മനസ്സിലെ വിശ്വാസമാണ് അതിനെ തളച്ചിടുന്നത്. അതുപോലെയാണ് നമ്മളും. നമ്മുടെ ഇടത് മസ്തിഷ്കം ഉണ്ടാക്കിയ അദൃശ്യമായ ചങ്ങലകളിൽ ബന്ധിതരായിരിക്കുന്നു. ആൽഫാ ധ്യാനം ഈ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ ചിന്തകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ആൽഫാ ധ്യാനം ചെയ്യുമ്പോൾ ഇടത് മസ്തിഷ്കത്തിൻ്റെ വേഗത കുറയുകയും വലത് മസ്തിഷ്കം സജീവമാവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. മനസ്സമ്മർദ്ദം കുറച്ച് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ, ബി പി, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു. നമുക്കുള്ള മാനസിക തടസ്സങ്ങളെ നീക്കം ചെയ്യാനും ആൽഫാ ധ്യാനം സഹായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്തു തന്നെയായാലും ആൽഫാ ധ്യാനത്തിൽ ആഴമുള്ള മനസ്സ് തുറന്നിരിക്കുമ്പോൾ അത് നമ്മുടെ മനോദർപ്പണത്തിൽ കാണുകയാണെങ്കിൽ ആ സന്ദേശം പ്രപഞ്ചശക്തിയിലേക്ക് എത്തുകയും അത് നമ്മുടെ ജീവിതത്തിൽ
യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. അതുപോലെ ഈ ആൽഫ ധ്യാനത്തിലൂടെ നമ്മുടെ ബന്ധങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പ്രശ്നങ്ങളുള്ള ബന്ധങ്ങളെ മെച്ചപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.